മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇറാൻ ആക്രമണത്തിൽ കുവൈറ്റ് വിമാനത്താവളത്തിന് നാശനഷ്ടം. ടെർമിനൽ 1-ൽ മിസൈൽ അവശിഷ്ടം വീണു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതോടെ കുവൈറ്റിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. ഇറാനിയൻ ആക്രമണത്തെ കുവൈറ്റ് സൈന്യം അപലപിച്ചിട്ടുണ്ട്. സാഹചര്യം വഷളായതോടെ മേഖലയിലെ 6 രാജ്യങ്ങളോട് സംസാരിച്ച് ഇറാനിയൻ വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നു. ഒപ്പം ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട കുവൈറ്റ് വിമാനം എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, ഇന്നലെയും കുവൈറ്റിലും ബഹ്റിനിലേക്കും ആക്രമണം ഉണ്ടായിരുന്നു. അത് മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇപ്പോൾ വിമാനത്താവളത്തിലേക്കുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. രഞ്ജിത്ത്, യുദ്ധം 96-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിസ്സംശയം പറയാനാകും. കുവൈറ്റ് വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ലേക്കാണ് നിലവിൽ ഇറാന്റെ ശക്തമായിട്ടുള്ള ആ ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ടെർമിനൽ എന്ന് പറയുമ്പോൾ ഈ കുവൈറ്റിലെ എയർപോർട്ടിന്റെ 1ാമത്തെ ടെർമിനൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീണ്ടും റീഓപ്പൺ ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാനിയൻ ആക്രമണം നടന്ന് ഈ ടെർമിനൽ നാമാവശേഷമായിരുന്നു. അതിനുശേഷം വീണ്ടും റീകൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ ഈ തിങ്കളാഴ്ച അത് വീണ്ടും റീഓപ്പൺ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിമാന സർവീസുകളൊക്കെ ഈ ടെർമിനലിലേക്ക് ഉൾപ്പെടെ വ്യാപിപ്പിച്ചിരുന്നു. യാത്രക്കാരും അതുപോലെ വിമാനത്താവളത്തിലെ ജീവനക്കാരുമടക്കം നിരവധി ആളുകൾ ഈ ടെർമിനലിലുണ്ടായിരുന്നു. ആ സമയമാണ് ഇറാന്റെ മിസൈൽ അവശിഷ്ടം ഈ ടെർമിനലിലേക്ക് വന്നു വീണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര പേർക്കാണ് പരിക്കേറ്റത് എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. നിരവധി പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ വരെ പലർക്കും ഏറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതോടെ കുവൈറ്റിലുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചില വിമാനങ്ങൾ കുവൈറ്റിലേക്ക് ഇറങ്ങാനിരുന്ന ചില വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസികളടക്കം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കാലിക്കറ്റ് കുവൈറ്റ് വിമാനം നിലവിൽ വഴിതിരിച്ചു വിട്ടു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇത്തരത്തിൽ വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്. എന്തായാലും ഒരു ശക്തമായിട്ടുള്ള ആക്രമണം കുവൈറ്റിലേക്ക് നടന്നതിനെ കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. ക്രിമിനൽ ഇറാനിയൻ അഗ്രഷൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ അവരുടെ അപലപിച്ചുകൊണ്ട് കുറിപ്പിറക്കിയിട്ടുള്ളത്. ബഹ്റൈനിലേക്കും സമാനമായിട്ടുള്ള രീതിയിൽ 3 മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഇതിനെയും അപലപിച്ചുകൊണ്ട് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തെ പരമാധികാരം സംരക്ഷിക്കാൻ ബഹ്റൈന് വേണമെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതായത് ആക്രമണം തുടർന്നാൽ വേണമെങ്കിൽ ഒരു തിരിച്ചടി നൽകും എന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെ ബഹ്റൈന് നൽകുന്നുണ്ട്. ഈ സാഹചര്യം വഷളായതോടെ ഇറാൻ ഇപ്പോൾ സമീപ പ്രദേശങ്ങളിലുള്ള 6 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയാണ് ഈ 6 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫ്രാൻസ്, തുർക്കി, ഖത്തർ, ഈജിപ്ത്, പാകിസ്ഥാൻ, സൗദി അറേബ്യ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ടാണ് നിലവിൽ അബ്ബാസ് അരക്ചി സംസാരിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ഇവർ സംസാരിച്ചു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നിലവിൽ വ്യക്തമായിട്ടില്ല. IRGC ഈ ആക്രമണത്തിന് പിന്നാലെ അവരുടെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. IRGC അവകാശപ്പെടുന്നത് ഈ ആക്രമണങ്ങൾ അത് US സൈന്യത്തിന് നൽകുന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഇത് ഒരു പാഠമായി US സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഇനിയും ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകും എന്നാണ് IRGC പറയുന്നത്. IRGC ആക്രമണങ്ങളുടെ വിശദീകരണമായി പറയുന്നത് ഇന്ന് രാവിലെ ഇറാന്റെ ഒരു എണ്ണക്കപ്പലിന് നേരെ US-ന്റെ ആക്രമണം നടന്നു. ഈ ആക്രമണത്തിന്റെ തിരിച്ചടിയായിട്ടാണ് തങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് US-ന്റെ ചില കപ്പലുകളിലേക്കും ആക്രമണം നടത്തിയതെന്നാണ് IRGC പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ കാര്യം ഏറെക്കുറെ ശരിയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ കുറച്ച് മുൻപേ തന്നെ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയോടെ US-ന്റെ സെൻട്രൽ കമാൻഡ് ഫോഴ്സ് ഇറാന്റെ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ അവരുടെ എക്സ് അക്കൗണ്ട് വഴി പങ്കുവച്ചിരുന്നു. തങ്ങളുടെ ഈ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കപ്പലിന് നേരെയായിരുന്നു ഈ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുവൈറ്റിൽ ആക്രമണം സംഭവിക്കുന്നു. എയർ ഇന്ത്യ വിമാനമടക്കം തിരിച്ചുവിടുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.